അയ്യോ എന്തു പറ്റി എന്തു പറ്റി എന്തു പറ്റി കൊച്ചിന് പേടിച്ചു പോയേ വയറി തട്ടിയാ കൊച്ചിന് പേടിച്ചു പോയാ ഞാൻ നടക്കാൻ പോണ ഉയ് ഹേ എവ്രി വൺ ഹാപ്പി സൺഡേ. എന്തുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ ഞാനിപ്പം നടക്കാനൊക്കെ പോയി കഴിഞ്ഞൊരു 3 ദിവസം 3 days ആയിട്ട് ഫുൾ ക്രാങ്കിയും ഭയങ്കര സീനായിരുന്നു. ഞാൻ 3 ദിവസം ഇറ്റ് വിൽ ബി ടു മച്ച് എക്സാജറേഷൻ. 2 ദിവസം എന്ന് വെച്ചാൽ മെനിയാന്നും ഇന്നലെയൊക്കെ ഭയങ്കര ടയേർഡും ദിസ് മന്ത് സൈക്കിൾ വാസ് എ ലിറ്റിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇന്ന് ഐ ഫീൽ എ ലോട്ട് ബെറ്റർ. കുറേ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും ഐ എം ലൈക്ക് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഇസ് ട്രിഗറിങ് മീ എന്നുള്ളൊരു സീനിലിരിക്കുകയാണ്. പക്ഷേ ലീവിങ് ഓൾ ദറ്റ് സൈഡ് ഇന്ന് എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഷൂട്ട് ചെയ്യണം. സോ ഇന്നത്തെ ഫുൾ പ്രയോറിറ്റി ഷൂട്ടാണ്. ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എനിക്കിന്ന് ഷൂട്ട് ഒരു രീതിയിൽ എനിക്കത് തീർത്തേക്കണം. സോ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. അവൻ വർക്കിന് പോയി. ഞാനൊന്നും കഴിച്ചില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല. സോ ഐ വാസ് തിങ്കിങ് കുറച്ച് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമോ. സോ നമുക്ക് കുറച്ച് ഓട്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഓട്സ് ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം നമ്മൾ വെച്ചിട്ട് പിന്നീട് ഞാൻ ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഓട്സ് കഴിക്കാം. സോ കുളിക്കുന്നതിന് മുന്നേ ഇന്ന് ഞാനൊരു സംഭവം ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഹോം മെയ്ഡ് സ്കിൻ കെയർ ആണ്. മെയിൻലി ഫോർ ഒരു നാച്ചുറൽ ഗ്ലോ അപ്പിന് വേണ്ടി, പിന്നെ ടാൻ റിമൂവലിന് വേണ്ടിയിട്ട്. ഇത് എൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ അമ്മ വീട്ടിൽ ഒരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ എന്താ പറയുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. പുള്ളിക്കാരി ഡോക്ടറാണ്, എൻ്റെ ഫ്രണ്ട് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു എന്താ പറയുക ഒരു ബിസിനസ്സാണ്, വെരി ന്യൂ. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിൽ എനിക്കും അയച്ചു തന്നു. ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിനെക്കുറിച്ച് റിവ്യൂസ് ഇടാമോ എന്ന് ചോദിച്ചു. ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവൾ മെസ്സേജ് അയച്ചപ്പോൾ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്തായാലും സാധനം അയക്കും, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ day 1 എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി വരുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു 4 ദിവസം മാക്സിമം ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ബിഫോർ ബാത്ത് റുട്ടീനാണ്. സോ ബിഫോർ ബാത്ത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു സ്മോൾ റുട്ടീനാണ്. ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഉള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഇത് ഓറഞ്ച് പീൽ പൗഡർ, മസൂർ ദാൽ പൗഡർ, ലിക്വറൈസ് പൗഡർ, ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് എന്താ പറയുക ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇഫ് ഐ എം നോട്ട് റോങ് ഇതെല്ലാം എന്താ പറയുക ഭയങ്കര ബെനിഫിഷ്യൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഞാൻ അതിൻ്റെ ഒരു ലൈവ് റെക്കോർഡിന് വരുന്ന കുറച്ച് ദിവസം ഞാൻ എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക ഔട്ട്കം എങ്ങനെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊക്കെയുള്ള എനിക്കൊരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഞാൻ ഇനി കുറച്ച് ദിവസം അത് ചെയ്യും. എന്നിട്ട് നമ്മുടെ റീലിൽ നമ്മൾ ആ റീലായിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതൊന്നും അല്ലാതെ ഐ എം റിയലി ഹാപ്പി അബൌട്ട് മിനി സ്കിൻ കെയർ എന്നുള്ളൊരു രീതിയിൽ. ഇറ്റ്സ് സോ നൈസ് ടു സീ. എന്താ പറയുക പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു പാക്കേജൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എനിക്ക് ഭയങ്കര സന്തോഷമായി ടു സീ അമ്മ ഹാസ് സ്റ്റാർട്ടഡ് സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള എന്താ പറയുക
female entrepreneurs who is trying to build their career or അവർ എന്താ പറയുക ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ ഹോബീസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളായിരിക്കണം അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഐ ആം ഓൾവേസ് ദെയർ ഫോർ സച്ച് പീപ്പിൾ. അപ്പം മിനി ആൻഡ് ഇത് തുടങ്ങിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ എം ഷുവർ ഇതൊരു ഹോം റെമഡി ആയതുകൊണ്ട് ഇറ്റ് ബി വെരി ഗുഡ് ഫോർ എവ്രി വൺ. സോ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്ന ടൈമിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. എന്നിട്ട് ഇനി വരുന്ന ഒരു ഫ്യൂ ഡേയ്സ് ഞാനിത് എന്തായാലും യൂസ് ചെയ്യും. എന്നിട്ട് ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇതിൻ്റെ അകത്തൊരു ഫേഷ്യൽ ഓയിലുണ്ട്. സോ ഇതൊരു റുട്ടീൻ പോലെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു 5 to 6 ഡ്രോപ്സ് എടുത്തിട്ട് അത് നമ്മുടെ ഫേസിൽ ജെൻറ്റൽ മസാജിങ് ആയിട്ട് നമ്മളിത് ചെയ്യണം. അതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പൗഡർ, ഈ ഒരു ഫേഷ്യൽ മാസ്ക് പൗഡർ വെച്ചിട്ട് അത് വെള്ളത്തിൽ അല്ലെങ്കിൽ കേർഡിൽ, അപ്പം ഞാൻ ഇന്നലെ അവൾക്ക് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് കേർഡിലായിരിക്കും കുറച്ചും കൂടെ നല്ല റിസൾട്ട്, ബിക്കോസ് വി ആർ ആഡിങ് ഓൺ അനദർ ബെനിഫിഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അല്ലേ. ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫേസിന്. ഞാൻ നമ്മുടെ മഞ്ഞളുമായിട്ടും കടലമാവും ഒക്കെ ആയിട്ട് ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ട് കുറേ നാളായിട്ട് ഞാൻ മിക്സ് ചെയ്യാറില്ല. ഞാൻ തൈരാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഈ ഒരു മാസ്ക് നമ്മൾ ആ ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാസ്ക് എന്താ പറയുക നമ്മുടെ ഫേസിൽ ഒരു 15 മിനിറ്റ്സേക്ക് വയ്ക്കുക. ഇത് റെക്കമെൻഡഡ് ഫോർ ടാൻ റിമൂവൽ ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രയോറിറ്റി. നമ്മുടെ ടാൻ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ആക്ച്വൽ ഗ്ലോ, ഇറ്റ് ഈസ് നോട്ട് പ്രോമിസിങ് ഒരു പുതിയ ഗ്ലോ അല്ലെങ്കിൽ അതല്ല പറയണത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അണ്ടർലൈൻ സ്കിന്നിന് ഏതാണോ നിങ്ങളുടെ കറക്റ്റ് ഗ്ലോ അല്ലെങ്കിൽ കറക്റ്റ് സ്കിൻ ടൈപ്പ്, ഹെൽത്തി സ്കിന്നായിട്ടുള്ളത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഹോം റെമഡിയുടെ എന്താ പറയുക മോട്ടീവ്. സോ നമുക്കിത് ട്രൈ ചെയ്ത് തുടങ്ങാം. സോ ഐ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ വീഡിയോയിൽ ഇനി പയ്യെ ഡോക്യുമെൻ്ററിയും കൂടെ ചെയ്തിട്ട് ഐ വിൽ കീപ് യു ഗൈസ് അപ്ഡേറ്റഡ്. യാ, സോ ഈ ഓയിലിൻ്റെ ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട് സൈഡിൽ. അതാട്ടോ ഇങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സൈഡിൽ നിന്ന് പോകുന്നത്. സോ ഈ ഓയിലിൻ്റെ ഒരു 5 to 6 ഡ്രോപ്പ് എടുക്കാനാണ് അവൾ പറഞ്ഞത്. സോ ഞാനത് തന്നെ ഫോളോ ചെയ്യാൻ പോവാണ്. സോ അതും കൂടെ എടുക്കാമല്ലേ. സോ അയ്യേ തുറന്നില്ല. ഒബ്വിയസ്ലി തുറക്കണ്ടേ കൊച്ചൂസേ, തുറന്നിട്ട് തരാം കേട്ടോ. ഞാൻ ഇതിലൊരു ചെറിയ ഓപ്പണിങ് വെച്ചിട്ട് ഇത് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 1 2 3 ഇനി ഇവിടെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ ഞാനത്. 4 5 6 അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ 6 ഡ്രോപ്സേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഇട്ട് ഇത് ചെയ്യുന്നില്ല. സോ 6 ഡ്രോപ്സേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു എമൗണ്ടിൽ ഇത് ഒഴുകിപ്പോവും. സോ ഐ എം ജസ്റ്റ് ഗോണ ഷോ ഇറ്റ് ലൈക്ക് ദിസ്. സോ അത് ഞാൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ആയുർവേദയിലൊക്കെ വരുന്ന എണ്ണകളുണ്ടല്ലോ, ഈ വീട്ടിൽ പണ്ട് കാച്ചിയ എണ്ണയില്ലേ, അതിൻ്റെ ഒരു മണം. നമ്മൾ അമ്മമ്മമാരൊക്കെ കാച്ചുന്ന ഒരു പണ്ട് നമ്മുടെ ബോഡിയിലൊക്കെ ഇടുന്ന എണ്ണയുടെ മണമാണ്, വിച്ച് ഐ റിയലി ലൈക്ക്. സോ ഞാൻ ഈ ഓയിൽ ഇപ്പോൾ ഒരു 5 minutes ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയാണ്. 5 minutes അല്ല, അതിൽ കുറവാണ്. സോ ഐ വിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. എൻ്റെ ഫേസിൽ ഈ ഓയിൽ അങ്ങനെ വിടാം. എനിക്കിവിടെയൊക്കെ പാടുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിഗ്മെൻറ്റേഷൻ കളയുന്നതല്ല ഇത്, പക്ഷെ കണ്ടിന്യൂസ് യൂസിൽ ഇത് നമ്മുടെ ഫേസിന് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. സോ ഐ ജസ്റ്റ് ലീവ് അത് കുറച്ച് നേരത്തേക്ക്. അപ്പം അതൊന്ന് സെറ്റിലാവുന്ന ടൈമിൽ ഞാനിത് പോയി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം, തൈരും ഈ എന്താ പറയുക
നമ്മുടെ ഈ പൗഡറും. ഇത് പണ്ട് അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ പോകുമ്പം അവർക്കൊരു പ്രത്യേക, എനിക്ക് എന്താ ഇങ്ങനത്തെ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കുളിച്ച് വരുമ്പോഴത്തേക്കും അവരുടെ മുടിക്കും ഒക്കെ ഒരു പ്രത്യേക, എൻ്റെ അപ്പൂമ്മയ്ക്ക് എന്തായാലും ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ ഗുഡ്നെസ്സിൻ്റെ ഒക്കെ ഒരു മണം. ഞാനപ്പോൾ ഇത് പോയി മിക്സ് ചെയ്ത് പൊടി തരാം കേട്ടോ. ഇതിൻ്റെ അളവൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഫേസിന് പറ്റുന്നൊരു ഇതറിയാമല്ലോ, എനിക്ക് കൗണ്ട് അറിയാമല്ലോ. അതിൻ്റെ ഒരു അളവിൽ ഞാനിത് എടുക്കുകയാണ്. ഒരു സ്പൂണിൻ്റെ ഒരു സ്പൂൺ ഫുള്ള്, പിന്നെ ഒരു അര സ്പൂണിൻ്റെ കുറച്ചും കൂടെ. എന്നിട്ട് നമ്മുടെ തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് തന്നെ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഇവിടെ സൺഡേ ഒക്കെ പണി നടക്കുന്നേ. നമ്മൾ സൺഡേ അല്ലേ വീട്ടിലെല്ലാവരും ഒക്കെ റെസ്റ്റ് എടുക്കുന്ന ദിവസം. പക്ഷെ ഇവിടെ സൺഡേയും പണി നടക്കും. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ കേട്ടോ. ഞാൻ കുറച്ച് തൈരൊക്കെ ഇട്ടു. ഒരു 1.5 സ്പൂണ് പൗഡർ ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ തൈരിട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റ് നമ്മൾ വീട്ടിലൊക്കെ നമ്മളൊരു ഹോം മെയ്ഡ് മിക്സ് ചെയ്യുന്ന പോലെ ഉണ്ട്. സോ ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ടെൻഡൻസി പെട്ടെന്ന് തന്നെ എടുത്ത് മുഖത്തിടാൻ. പക്ഷേ 15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എടുത്തിട്ട് മറന്നു പോയിട്ട് അതെടുത്ത് മുഖത്തിടട്ടെ. പക്ഷെ ഞാൻ 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് ഞാൻ ഈ ഫേസ് മാസ്ക് ഇടാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞു. 11:25 ആയപ്പോഴാണ് ഞാനത് ഇട്ട് കഴിഞ്ഞത്. ഇപ്പോൾ 11:40-45 ആയി. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. സോ അതിന് സിമ്പിളുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് ഇത് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. സോ ഫേസ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പാക്ക് ഇടണം. ഇപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫ്രഷ് ഫീലിംഗ് കേട്ടോ. സൺഡേ നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റെജുവിനേറ്റഡ് ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ സോ ഫ്രഷ് റൈറ്റ് നൗ. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടവൽ വെച്ചിട്ട് അല്ലെങ്കിൽ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഡാബ് ചെയ്യുക. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ആ സൈഡ് അങ്ങോട്ട് വലിഞ്ഞ് പിന്നീട് അവിടെയൊക്കെ റിങ്കിൾസ് വരും. സോ മാക്സിമം നിങ്ങൾ ഇതെടുത്തിട്ട് ജസ്റ്റ് ഡാബ് ഓൺ യുവർ ഫേസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ആ ഫേസ് മാസ്ക്. ദിസ് ഇസ് സച്ച് എ ഗുഡ് സ്മെൽ. നിങ്ങൾക്ക് ഇത് മണക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഹോം മെയ്ഡായിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു മണം. സോ ഞാനിപ്പം അത് ട്രൈ ചെയ്യാൻ പോവാണ്. സോ മാസ്ക് ഇടാൻ അടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തു കേട്ടോ. ഐ പ്രിഫർ മൈ ഹാൻഡ്സ്. നമ്മൾ ഇങ്ങനെ പക്ഷെ ക്ലീൻ യുവർ ഹാൻഡ്സ്. നമ്മുടെ കൈയൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, വീഡിയോ എടുത്തു. സോ എൻ്റെ ഫോർഹെഡിലും ഒക്കെ ഞാനിത് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് കഴുത്തിലും കൂടെ സെറ്റ് ചെയ്യുക കേട്ടോ. ബിക്കോസ് ഒബ്വിയസ്ലി ഒരേ എന്താ പറയുക റിസൾട്ട് നമ്മുടെ ഫേസ് എന്ന് പറയുമ്പം ഫേസിലും കഴുത്തിലും ഒരേ റിസൾട്ട് വരണ്ടേ. അല്ലെങ്കിൽ ഫേസിൽ വേറൊരു ഗ്ലോ, കഴുത്തിന് വേറൊരു ഗ്ലോ. കഴുത്തിൽ ഗ്ലോ പോലും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ കഴുത്താണെങ്കിൽ കഴുത്താണ് എപ്പോഴും പ്രശ്നം. ഈ ടീഷർട്ടൊക്കെ ഇത് എന്താ പറയുക ഫുൾ ചളാക്കാൻ വേണ്ടി ഇട്ട ടീഷർട്ടാണ് കേട്ടോ.
സോ ഞാനിപ്പോൾ ഇതാണ്ട് മാസ്ക് ഒക്കെ ഇട്ടു. ഇനിയൊരു ഇപ്പോൾ കറക്റ്റ് ടൈം പറഞ്ഞാൽ 11:55. നേരത്തെ 11:44 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. വിത്തിൻ 5 minutes നമ്മൾ അടുത്ത എന്താ പറയുക മാസ്ക് പാക്കൊക്കെ നമ്മൾ ഇട്ടു. ഇനി നമുക്കിതൊരു 20 minutesോളം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കഴുകി കളയാം. അപ്പം ഈ ഒരു സംഭവം ക്ലീൻ ആവുന്ന ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത ഇൻട്രോ ഒക്കെ എടുത്ത ആ വീഡിയോയിൽ, അപ്പോൾ അതിന് വേണ്ടി എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഷോട്ട്സ് വേണം. സോ ഞാനിപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ടിരുന്ന് നമുക്കത് സെറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഓടിപ്പോയിട്ട് അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് ഞാൻ സെറ്റ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഓരോ സൈഡിൽ പോയിട്ട് വീട്ടിൻ്റെ തന്നെ ഓരോ സൈഡിൽ പോയിട്ട് ഞാൻ ഷോർട്ട് 2 സെക്കൻഡ് മറന്നു പോയിട്ടോ മുഖത്തതുണ്ടെന്ന്. സോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെക്കാം കേട്ടോ ഫോൺ. സോ ഞാൻ താണ്ട് മുഖം അത്യാവശ്യം ഇപ്പോൾ ഉണങ്ങി. നമ്മൾ 11:55 അല്ലേ, ഇപ്പോൾ 12:10 ആയി. ഐ തിങ്ക് പയ്യൊരു 5 minutesൽ കഴുകാം. സോ അതെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ വാഷ്റൂമിൽ കൊണ്ട് നമ്മുടെ ക്യാമറ വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് 2-3 സ്റ്റിൽസ് ഇനി വാഷ്റൂം സ്റ്റിൽസ് വേണം. ഈ പ്രോഡക്റ്റ് വെള്ളത്തിൽ ഷവറിൽ വീഴുന്നതും അങ്ങനത്തെ 2-3 സ്റ്റിൽസ് വേണം. അതെന്താണ് പ്രോഡക്റ്റും റീലും ഒക്കെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ പോയി ഫോളോ ചെയ്യുക. സോ യു ക്യാൻ സീ ദ റീൽ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ യു ക്യാൻ സീ ദ റീൽ. സോ ഞാനപ്പോൾ ഒന്ന് പോയി ഫ്രഷായി ഇതെല്ലാം ഒന്ന് കഴുകി ഫ്രഷായിട്ട് കുളിച്ചിട്ട് ഓടി വരാം കേട്ടോ. അത് ഞാനിത് കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പോയി കുളിക്കണോ? ഞാൻ കഴുകിയിട്ട് കാണിച്ചിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, കഴുകിയിട്ട് കാണിച്ചിട്ട് ഓക്കെ, കറക്റ്റായിരുന്നു. ചിരിക്കാൻ പറ്റണില്ല. ഞാൻ ഓടിപ്പോയി ഫ്രഷായിട്ട് ഇതാവായിരുന്നു. സോ ഫേസ് പാക്ക് ഇട്ട് ജസ്റ്റ് കഴുകി കഴിഞ്ഞു. ഇവിടെ എല്ലാം ഫേസ് പാക്ക് ഇരിപ്പുണ്ട്, ഡോണ്ട് മൈൻഡ്. മിക്കവാറും മുടിയിലും ഒക്കെ ഇരിപ്പുണ്ടായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ എൻ്റെ ആ ഫേസിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കണ്ടോ പെട്ടെന്ന്. ഒരുപാട് എന്താ പറയുക, ഫിംഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐ നോ ഇറ്റ് ഇസ് ടെംപ്റ്റിങ്, ഇങ്ങനെ പിടിക്കാൻ തോന്നും. പക്ഷെ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. സോ ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആയി, ക്ലീനായി. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലീനായി. ഇറ്റ് ഫീൽസ് വെരി റെജുവിനേറ്റഡ്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഗോ. ഫസ്റ്റ് ട്രൈയിൽ ഐ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് മിനി ആൻറ്റി, താങ്ക് യു കൃഷ്ണ. അപ്പോൾ 2 പേർക്കും ഒരുപാട് താങ്ക്സ് അയച്ചു തന്നതിൽ. സോ ഇനി വരുന്ന ഒരു 4 to 5 ദിവസം ഞാനിത് ലൈവായിട്ട് എന്താ പറയുക വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു പ്രോഗ്രസ്സും കാണിച്ചു തരാം. അപ്പം സോ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് 2-3 ഷോർട്സ് ഞാൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ എടുത്തിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് അടുത്ത വീഡിയോ എടുക്കണം. അപ്പം അടുത്ത വ്ളോഗല്ല, പ്രോഡക്റ്റ് ഷൂട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ. ഇപ്പം തന്നെ ലേറ്റായി, ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ വർക്കിംഗ് ടൈം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എല്ലാവരും വീക്ക് ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മിക്ക വീക്ക് ഡേയ്സും ഫ്രീ ആയിരിക്കും. വീക്കെൻഡ്സ് ആയിരിക്കും ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്ന ഷൂട്ടും കാര്യങ്ങളും. കാരണം ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും ഈ ഡെലിവറി ഏജൻസ് ഒക്കെ സാധനങ്ങളൊക്കെ ഷിപ്മെൻ്റൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ സൺഡേസ് മിക്കപ്പോഴും ഷൂട്ട് ചെയ്യായിരിക്കും. ഐ ലൈക്ക് വീക്ക് ഡേയ്സ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ സൺഡേസ് ഇറ്റ്സ് പാക്ഡ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ബട്ട് ഐ ആം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ബി ഡൂയിങ് ഓൾ ദിസ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ് അല്ലേ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഇതിൻ്റെ ഒരു പ്രിവിലേജ് ഉള്ളതും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും ചാൻസും ടൂൾസും റിസോഴ്സസും ഒക്കെ ഉള്ളത്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. സോ I am happy whenever I get to do what I like to do. I'm always happy. So ഞാൻ ഓടിപ്പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. സൺഡേ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റോഡ് കാണിച്ചു തരാം. ഫേസ് നല്ല രസമുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട് ലുക്സ് ലൈക്ക് ഞാൻ എന്തോ മേക്കപ്പ് ഇട്ടണൊക്കെ ഇരിപ്പുണ്ട്.
ഒരു ലെയർ ഓഫ് BB ക്രീമൊക്കെ ഇട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി പയ്യെ ഈ ഒരു പോർഷൻ പാട് പോകുമോ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഈ ഒരു പാട് എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്, എന്താണെന്നറിയില്ല, പിഗ്മെൻറ്റേഷനാണ്. സോ അതും കൂടെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ജസ്റ്റ് ഒന്ന് റോഡ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം സോ സൺഡേ ഞാൻ രാവിലെ ഒരു ഷോട്ടിൽ കാണിച്ചില്ലേ, ഒരു കുട്ടി കുറേ ഷോൾസൊക്കെ വയ്ക്കുന്നത്. പിന്നെ ദാണ്ട് ഇങ്ങനെ ആൻഡ് സൺഡേ ടൈം ഈസ് ലൈക്ക് ഫുൾ ഓണാണ് ഈ ഒരു ഏരിയ. ഇതെൻ്റെ ജുജുമണി. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവൾ നോക്കും. ഞാൻ കാണിച്ചു തരാം. ജിജുമ്മ, ഞാൻ വിസിലടിച്ചിട്ട് ഇനി വേറെ ആൾക്കാരൊക്കെ നോക്കിയാലോ. പക്ഷെ അവൾ എൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. അയ്യോടാ, എൻ്റെ പൊന്നുമോളാണ്. സ്ട്രെച്ചൊക്കെ ചെയ്ത് ഇതിങ്ങോട്ട് വരാനായിരിക്കും. എന്തോ നോക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവിടെ നിന്ന് നടന്ന് ആൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ വന്ന് കിടന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ താഴോട്ട് പോവുകയാണെങ്കിൽ അവൾക്ക് കാണാമല്ലോ, അതിന് അങ്ങനെ വന്ന് കിടക്കുന്ന. ഇപ്പോൾ ജസ്റ്റ് ആദ്യം എടുത്ത വീഡിയോ ഒന്ന് വെറുതെ നോക്കിയപ്പോഴാണ് കണ്ടത്. ആദ്യത്തെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചുതരാം. അതിൻ്റെ 2 സ്ക്രീൻഷോട്ട്സ് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചുതരാം. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മുഖം എന്തും മാത്രം ഡള്ളായിട്ടിരിക്കുകയാണ്. ലൈക്ക് ആഫ്റ്റർ വാഷിംഗ് ഓൾസോ യു ക്യാൻ സീ ആ ഒരു എവിഡൻറ്റ് ചേഞ്ച്. സോ ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട്. ഐ ഫീൽ നല്ല റിസൾട്ട് വരുമായിരിക്കുമെന്ന്. ഇതുവരെ എനിക്കങ്ങനെ വേറെ ഇറിറ്റേഷനോ റിയാക്ഷനോ ഒന്നും വരുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു ഫീലേ എനിക്ക് വന്നിട്ടുള്ളൂ. സോ ഐ കീപ് യു ഗൈസ് പോസ്റ്റഡ് എങ്ങനെയായിരിക്കും ഈ ഒരു ജേർണി പോകുന്നതെന്നുള്ളതിൽ. ഐ കീപ് യു ഗൈസ് പോസ്റ്റഡ്. നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണം, വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഒക്കെ നമ്പർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവരെ വിളിച്ച് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഡയറക്റ്റ്ലി അന്വേഷിച്ച് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കും അത് വർക്കൗട്ട് ആകും എന്ന് ചോദിച്ചിട്ട് മാത്രം നിങ്ങളത് ടേക്കപ്പ് ചെയ്യാം. സോ I'll keep all the details in the description and on the screen. കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഐ ഫീൽ സോ ഫ്രഷ്. ഞാനിന്ന് യൂസ് ചെയ്ത 2 പ്രോഡക്റ്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഐ മീൻ 3 പ്രോഡക്റ്റ്, ഇത് 2 ബാക്കി റീല് വരുമ്പോൾ നിങ്ങൾ കാണും ഒരു ബ്രാൻഡ് ഏതാണെന്നും കാര്യങ്ങളൊക്കെ. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് അമേസിങ്. ഐ ഫീൽ സോ ഫ്രഷ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അതിന് ചോറുണ്ടാക്കണം. അത് മാത്രമല്ലാതെ എനിക്കൊരു ഔട്ട്രോ എടുക്കണം. ഇൻട്രോ ഒക്കെ കഴിഞ്ഞു, മറ്റേ റീലെല്ലാം കഴിഞ്ഞു. അതിനൊരു ഔട്ട്രോ എടുക്കണം. ഉച്ച കഴിഞ്ഞിട്ട് ഐ ബി ടേക്കിംഗ് ദ ഷൂട്ട് ഫോർ ദി അതർ ബ്രാൻഡ്. പക്ഷെ അത് ഞാൻ മിക്കവാറും വീഡിയോ എടുക്കില്ല. ബിക്കോസ് അതിനെന്തായാലും ഫുൾ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ വേണം. ഇറ്റ്സ് വെരി ഡീറ്റെയിൽഡ് ഷൂട്ടാണ് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ഡിസ്ട്രാക്ട് മൈ സെൽഫ്. സോ എന്താ പറയുക, അത് വീഡിയോ എടുക്കണില്ല. കുറച്ച് പണിയുള്ള പണിയാണ്. സോ യെസ്, ഞാൻ ഓടിപ്പോയിട്ട് ഔട്ട്രോ എടുത്തിട്ട് ഓടി വരാം. അങ്ങനെ വീഡിയോയുടെ ഔട്ട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഇരുന്നത് സോർട്ട് ചെയ്തിട്ട് ഐ വാസ് തിങ്കിങ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ എനിക്ക് അടുത്ത വീഡിയോ എടുക്കുന്നതിൽ വലിയ എന്താ പറയുക ടൈം കൺസ്യൂമിങ് ആവത്തില്ല. സോ ഐ ബി ഗോയിങ് ആൻഡ് എഡിറ്റിംഗ് ദിസ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിൽ എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിനത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പാടാണ്. സോ ഞാൻ എൻ്റെ ഓട്സ് കഴിച്ചിട്ട് എന്താ ഇന്ന് പോയി എഡിറ്റ് ചെയ്യട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ളോഗ്. ചിലപ്പോൾ ഞാൻ വൈകിട്ട് പിന്നെയും വ്ളോഗ് എടുക്കുമായിരിക്കും. ലെറ്റ്സ് സീ. വന്നിട്ട് ഇഫ് വി ആർ ഡൂയിങ് സംതിങ് ലൈക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മൈറ്റ് ടേക്ക് അനദർ വ്ളോഗ്. പക്ഷെ മോസ്റ്റ്ലി ഇല്ല, ബിക്കോസ് വർക്കാണ്. പിന്നെ ആൾ വന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവനും കൂടെ ഉള്ളപ്പോഴാണ് വലിയ ഷൂട്ട്സ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൾ ഹെൽപ്പ് ചെയ്തൊക്കെ തരാനായിട്ട്. അത് പണ്ടും എന്താ പറയുക, ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ ഒരു 2017 തൊട്ട് ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മിക്ക ഷൂട്ടിനും ആൾ എൻ്റെ കൂടെ വരുമായിരുന്നു. എന്താ പറയുക, എല്ലാം ഹെൽപ്പ് ചെയ്യാനും ഈവൻ ഫ്രെയിം വൈസ് കുറേ ഹെൽപ്പ് ചെയ്യും. നല്ല ഫ്രെയിംസാണ് അവൻ, നല്ല വീഡിയോസും നല്ല ഫോട്ടോസും ഒക്കെ എടുക്കും. അപ്പം ഫ്രെയിം വൈസും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഐ ഡു ആസ്ക് ഹിസ് ഇൻപുട്ട്. ചില സമയത്തൊക്കെ, മിക്ക സമയത്തും എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ആളെയും കാണിച്ചിട്ടാണ് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നതും. ബിക്കോസ് ഹീസ് എ വെരി ഗുഡ് ക്രിട്ടിക് ആസ് വെൽ. സോ മിക്ക സമയത്തും പാട്ടിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്ന ഓഡിയോ ഒക്കെ ആളാണ് എനിക്ക് റിവ്യൂ ഒരു ഫീഡ്ബാക്ക് തരുന്നത്. സോ
that's it actually. So I hope you all have a great Sunday today and a great weekend weekday from tomorrow. So അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. I hope you all enjoyed a simple Sunday morning with me, and let's hope that I take something in the evening as well. എന്തെങ്കിലും വീഡിയോ വൈകിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അത്രേ ഉള്ളൂ. സോ ഓൾസോ ഗോ ഹെയർ ആൻഡ് ചെക്ക് ഔട്ട് മിനി ആൻറ്റിയുടെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റമൊക്കെ നിങ്ങൾക്ക് എവിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. നോ സ്ട്രെസ് അറ്റ് ഓൾ, ബട്ട് ട്രസ്റ്റ് മീ, ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഡസ് വർക്ക്. എനിക്ക് കുറേ ഡിഫറൻസ് ഇപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ബ്രൈറ്റൻ അപ്പ് ഐ ഫേസ്. ആൻഡ് സോ ഗോ ഹെയർ ആൻഡ് ചെക്ക് ഔട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. And okay, cool, thank you so much for watching the whole vlog. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ഫ്രീ സ്റ്റൈൽ എവറിഡേ നോർമൽ തിങ്സ് ഓഫ് മൈ ലൈഫ് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കീപ് വാച്ചിങ്, സ്റ്റേ സബ്സ്ക്രൈബ്ഡ്, ലൈക്ക് ഓൾ ദ വീഡിയോസ്, ഷെയർ ഇറ്റ്, ആൻഡ് ലെറ്റ് ദ ഹാപ്പിനെസ് സ്പ്രെഡ് അറൗണ്ട് us. സോ ഇതെങ്ങനെ ഔട്ട്രോ എടുക്കുമെന്ന് അറിയാതെയാണ് ഇപ്പം ഇതെല്ലാം ചെയ്തത്. സോ എല്ലാവർക്കും ബൈ. എനിക്കറിയില്ല എന്താ പറയണമെന്ന് ഇന്നിപ്പം ഔട്ട്രോ. ഐ എം വെരി പീസ്ഫുൾ റൈറ്റ് നൗ. സത്യം പറഞ്ഞാൽ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പീസ്ഫുൾ ആയി. സോ ഐ എം ലൈക്ക് വെരി ചിൽ റൈറ്റ് നൗ. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്രയും പീസ്ഫുൾ ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്ന ടച്ച് വുഡ്. സോ ഐ എം ജസ്റ്റ് എല്ലാവർക്കും ആ ഹാപ്പിനെസ് വരട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് യു ഓൾ ആർ ഹാപ്പി, ആൻഡ് ഐ ഹോപ്പ് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എങ്ങനെയൊക്കെ ലൈഫിൽ നമ്മൾ ട്രിഗർ ആവുന്നോ അല്ലെങ്കിൽ വിഷമാവുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും just know that you are not a bad person and you are a nice, kind person, and you can be a nice and kind person as well. Keep spreading happiness. നിങ്ങൾ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുമ്പം it will come back to you in double. So എല്ലാവർക്കും ആ ഒരു വിഷസ് ഞാൻ നേർന്നിട്ട് I am ending up this vlog. So until next time, bye.